Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. See, as usual, നമ്മുടെ എക്സസൈസൊക്കെ കഴിഞ്ഞു. ഈ വയലും ഓരോത്തൂടെ ഇങ്ങനെ കുളിരുമൊക്കെ താണ്ടി ഇങ്ങനെ നടക്കുക. സൂര്യൻ വന്നെങ്കിലും തണുപ്പ് മാറിയിട്ടില്ല. ഒരു പ്രത്യേക സുഖം. അങ്ങനെ പോകുമ്പം ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ് നമ്മുടെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം. സാധാരണഗതിയിൽ ഇങ്ങനൊരു കേസൊക്കെ ഉണ്ടായാലേ എല്ലാവരും അങ്ങ് തഴഞ്ഞു വിടുക പതിയോ പോട്ടെ വിളച്ചൻ എന്നും പറയും. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസിൽ സ്ത്രീകൾ മാത്രമല്ല, യുവതികൾ മാത്രമല്ല, പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ അയാളോടൊപ്പം നിൽക്കുകയാണ്. ഇലക്ഷൻ സമയത്ത് വരുന്ന ഗോസിപ്പുകൾ അത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. പക്ഷേ ഇതിച്ചിരി കടുപ്പായിപ്പോയി. ഒന്നൊന്നായിട്ട് ഇങ്ങനെ വിടുക റോക്കറ്റ് പോലെ. പോയി പണി നോക്കാൻ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പുറകെ. എന്തായാലും രാഹുൽ വീണ്ടും പാലക്കാട് നിന്ന് ജയിക്കുമെന്ന കാര്യം യാതൊരു സംശയമില്ല. രാഹുൽ അവിടെ തൂക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണം നേടാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന് ഇഷ്ടമില്ലാത്ത ചില ആളുകൾക്കായിരിക്കാം. അതുകൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാം. പയ്യനെ വെറുതെ വിടാം, കോടതി തീരുമാനിക്കട്ടെ. ഇപ്പം വിദേശത്തു നിന്ന് ഇവിടെ വന്ന് സ്വന്തം ചിലവിൽ മുറിയെടുത്ത് ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തിട്ട് ആ മുറിയിലേക്ക് ക്ഷണിച്ച് വരുത്തിയിട്ട് എന്നെ പീഡിപ്പിച്ചത് പറയുമ്പോൾ ആ കരച്ചിൽ ഇത്രയും വില കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു, പക്ഷെ ആ കരച്ചിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. പിന്നെ ഒരു യുവാവാണ്, അവൻ MLA ആകുന്നതിന് മുമ്പ് അവന് കോളേജിൽ പഠിച്ച കാലത്ത് ചില പഞ്ചായടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതിന് ആ ബലം കൊടുത്താൽ മതി. കാരണം അതെല്ലാം സൂക്ഷ്മ നിരീക്ഷിക്കാൻ പോയാൽ നമ്മളീ പലരും ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ. ഞാനിത് പറയുമ്പോൾ പലരും ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ അതുപോലെ ധാരാളം സമയം പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം അവർക്കറിയാം ഇതിൻ്റെ ഒരു മാസ്മരികത. എന്തായാലും രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന പയ്യൻ മിടുമിടുക്കനാണ്. പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും അവൻ കൊള്ളാം. അവനങ്ങനെ പോട്ടെ, ഞാൻ പറയുന്നല്ല, ഈ കോടതി തീരുമാനിക്കട്ടെ. കാരണം വെറുതെ മ്ലേച്ഛമായ ഒരു പരിപാടിക്ക് പോയിട്ട് നാണം കിടല്ല. എന്തായാലും ഓരോ ദിവസവും അയാളുടെ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി. ആ വീട്ടിലെ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ബിസിനസ്സുകാരാണ്, സാമാന്യ സമ്പത്തുള്ളവരാണ്. ആ മേഡം അങ്ങ് ഉറഞ്ഞു തുള്ളു. ഞാൻ അപ്പോൾ ഞാനോർത്ത് രാഹുലിനോടുള്ള പ്രേമം കൊണ്ടുമല്ലായിരിക്കും. അതല്ല, എനിക്കുമുണ്ട് സൈമൺ ഒരു മകൻ ഈ പ്രായത്തിൽ. അവനെതിരെ ആരെങ്കിലും വന്ന് ഇങ്ങനെയൊക്കെ പറയാം, ഞങ്ങളെല്ലാം കൂടെ ജയിലിൽ പോകുന്ന സ്ഥിതി. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടാകുമ്പോൾ ജനങ്ങൾ പിന്തുണയുണ്ട്, സഹായിക്കാൻ ആളുണ്ട്, നമുക്കാരാ ഉള്ളത്. അപ്പോൾ ഇത് മുളയിൽ നിന്നുള്ളണ്ട് ഈ പ്രവണത. പെൺപിള്ളേർ ഇങ്ങനെ അവരുടെ കോളേജ് പഠന കാലത്ത് ചെയ്ത കാര്യങ്ങൾ പിന്നീട് വിളിച്ചു പറയുക. അന്നേരം മുഖ്യമന്ത്രി ഒരു പാവമാണ്, അദ്ദേഹത്തിൻ്റെ ഇത് പൊട്ടിക്കരഞ്ഞ് കാണിക്കുക, അല്ലെ ഓൺലൈനിൽ അമേരിക്കയിലിരുന്ന് കരഞ്ഞ് കാണിക്കുക. അദ്ദേഹം പോലീസിനോട് പറയും, രാജാവിനെക്കാട്ടും വലിയ രാജഭക്തിയുള്ള പോലീസ് അതും ആജ്ഞ അതേപോലെ നിറവേറ്റുകയും ചെയ്യും. എന്തായാലും ഇത് മോശമാണ്. ഇനി വേണ്ട, നമുക്കത് പരിപാടി വേണ്ട. ഈ ഇലക്ഷൻ ഇനി ഇത്തരം കേസ് പിടിക്കുന്നതല്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2 കൂട്ടരും പയറ്റിയതാണ്. ഇനി നമുക്കത് വേണ്ട. നമുക്ക് നമ്മുടെ നാടിൻ്റെ വികസനം ഇപ്പോൾ പോകുന്ന ലൈൻ കറക്റ്റാണ്. നാടിൻ്റെ വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാനാണ്. കറക്റ്റാണ്, സൂപ്പറാണ്. അത് കൊതിപൂണ്ടാണ് കേന്ദ്ര ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻസ് വെക്കാതെ തള്ളിക്കളഞ്ഞത് എന്ന് വെച്ചാൽ മാറ്റി. പക്ഷേ അത് കോടതി പോയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അങ്ങനെ താന്തോന്നിത്തം കാണിക്കാൻ ആർക്കും പറ്റില്ല. പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പം എല്ലാ സ്റ്റേറ്റിനെയും ഒരേപോലെ കാണണം, അവരുടെ വികസനം കാണണം, ജനതയുടെ നമ്പർ കാണണം, എന്നിട്ട് വേണം. അല്ലാതെ ഏകപക്ഷീയമായി നിങ്ങൾക്കില്ല എന്ന് പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല. അത് ജനങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞു, അതിവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതുപോട്ടെ, നമുക്ക് തിരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന സുന്ദരന്മാരെയും സുന്ദരികളെയുള്ള കളി നമുക്ക് അവസാനിപ്പിക്കാം. അമേരിക്കയിൽ ക്ലിൻ്റനെതിരെ വന്നിട്ട് അത് ചീറ്റിപ്പോയതാണ്.
നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അത്തരം കേസുകൾ നമ്മൾ പിടിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം നമുക്ക് അത് വേണ്ട, വിട്ടുകളയാം അല്ലേ? ഓക്കെ. എന്തായാലും കേരളം അടിപൊളിയായിട്ടാണ് ഗവൺമെൻറ്റിങ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ജനങ്ങളും കൂടെ അല്പം ശ്രദ്ധിച്ചാലോ. ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ വഴിയിലിടുക, അതുപോലെ തന്നെ ഓരത്ത് ചെടി വെക്കാതിരിക്കുക. കേരളം എന്നൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ, ഒരു ഗോഡ്സ് ആൻഡ് കൺട്രി അല്ലേ. നമ്മുടെ തെരുവീതികളിൽ കുറച്ച് പൂക്കളൊക്കെ വെച്ച് ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളൊന്ന് പരിപാലിച്ചാലോ. ഇത് സ്വിറ്റ്സർലൻഡ് മാറി നിൽക്കും. ഞാൻ വെറുതെ പറയല്ല. എൻ്റെ മോളും മരുമോനൂടെ ഒരു തിസിസ് സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ പോയി, ഡെൻമാർക്കിൽ പോയി. ഷെങ്കൻ കൺട്രീസിലാണ്. അപ്പോൾ അവരവിടുന്ന് ആ സമയത്ത് ഇവിടെ പോയി, സ്വിറ്റ്സർലൻഡിൽ പോയി. എൻ്റെ പപ്പ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ആ ഡയലോഗ് തന്നെ പറയും. എൻ്റെ പപ്പ ഇങ്ങനെ ലോകത്തുള്ള ടൂറിസ്റ്റുകളെ മുഴുവൻ അങ്ങോട്ട് ഇടിച്ച് കയറിയിട്ട് കുന്തിക്കായും ഇങ്ങനെ പെരുവരിൽ നിന്ന് പൊങ്ങി നോക്കിയതൊക്കെ കണ്ട്. ആക്ച്വലി ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ക്രൗഡാണ്, ഭയങ്കര ക്രൗഡും ഭയങ്കര കോസ്റ്റും. അതൊക്കെ വെച്ച് നോക്കി നമ്മുടെ കേരളം എത്ര സൂപ്പറല്ലേ. നമുക്കിത് സൂക്ഷിച്ചുകൂടെ വൃത്തിയായിട്ട്? നമ്മുടെ ഈ പ്ലാസ്റ്റിക്കുകളൊക്കെ മാലിന്യം കാറിൽ പോകുമ്പം ഒരു ബാഗ് വെച്ച് അമേരിക്കക്കാർ ചെയ്യുന്ന പോലെ അവരൊത്തിരി ഭക്ഷണം കാറിലിരുന്ന കഴിക്കും. അതെല്ലാം അതിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പുള്ളി പ്ലാസ്റ്റിക് ഉണ്ട്, അത് വണ്ടിയെ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. അങ്ങനെ നമുക്കൊന്ന് ശുചിത്വം പാലിച്ചാലോ. എന്തായാലും നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഗവൺമെൻറ്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒന്ന് പോയാലോ. നമുക്ക് നമ്മുടെ തെരുവോരങ്ങളിൽ ചെടികൾ വെച്ച് പോന്നാൽ പോരാ, വെച്ച് വെള്ളം കോരണം, പൂക്കളുണ്ടാകണം, നല്ല ഭംഗിയുണ്ടാകണം. സ്വാഭാവികമായും കുളിര് വരും, കുളിര് വരുമ്പോൾ തണുപ്പ് വരും, തണുപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വരും, ദേശീയ ടൂറിസ്റ്റുകൾ വരും. നമ്മൾ ഇപ്പം തന്നെ നമ്മൾ കേരള ഖജനാവ് ഇപ്പോൾ കാര്യമല്ല. ഏതെങ്കിലും മണ്ടൻ കാര്യമെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ പറയുന്ന. കേരളത്തിൽ നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിനും അറിയാം. എന്നും പറഞ്ഞ് ബഡ്ജറ്റിൽ ഇങ്ങനെ കാണിച്ച് ശരിയല്ല. നമുക്ക് തരാനുള്ള വിഹിതം തരണം. ഇത് മീൻ ടൈം സാക്കൂതം വീക്ഷിക്കണം. ഇത് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ശക്തമായി സ്പീഡിൽ, അല്ലെ എന്നെങ്കിലും വന്നാൽ പോരാ മാഷേ. ഈ കേരളത്തിൻ്റെ കുതിപ്പ് കണ്ടില്ലേ? ഇത് മറ്റ് സ്റ്റേറ്റുകളിലും അതിപ്രധാനമായി എടുത്തുകൊണ്ട് ശക്തമായി വേണ്ടി വന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയോ ധനകാര്യമന്ത്രിയെയോ നമ്മുടെ വ്യവസായ മന്ത്രിയെയോ എടുക്കണം, വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കണം അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും. എന്നിട്ട് വളരെ വേഗത്തിൽ നമുക്ക് മുന്നേറണം. നമ്മളിപ്പോൾ തന്നെ കേരളം പോലും 10 കൊല്ലം പുറകില്ല അമേരിക്കയൊക്കെ, മറ്റ് സ്റ്റേറ്റൊക്കെ 25 കൊല്ലം പുറകില്ല. അപ്പോൾ ആ 10 കുറയ്ക്കണം, 21 10ലേക്ക് ആക്കണം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ സടകുടഞ്ഞ് മുമ്പോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. വിഷ് യു ഓൾ എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ, സക്സസ്ഫുൾ പോസിറ്റീവ് ഡേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.